പക്ഷേ വേറൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മ, എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല ആരുടെ അടുത്ത് ചോദിച്ചാലും സൂചേട്ടന്റെ ഒരു നടക്കാതെ പോയ ആഗ്രഹം ഉണ്ട്. പക്ഷെ സൂചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൂചേട്ടനെ അടക്കുന്ന കൊല്ലത്താണ് വേണമെന്നുള്ളത്. മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണുസുതി അല്ല വെക്കണമെങ്കിൽ രേണുസുതി സുതിയെ പോലെ മണ്ണിനിടയിലാവണം. ഓക്കെ, അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ. അല്ലാണ്ട് ഇങ്ങനെ വാക്കൊഴുപ്പ് വർത്തമാനം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഈ അഹങ്കാര വർത്തമാനം ഒന്നും പറയില്ല. അതെന്തോ മറ്റേടത്തെ വർത്തമാനം ആയിപ്പോയില്ല. നിങ്ങൾക്കെല്ലാം പറയണ്ടെങ്കിൽ നിങ്ങളെ സെറ്റപ്പിൽ അങ്ങ് തീർന്നാൽ മതി. സുധിച്ചേട്ടൻ അവിടെയും സുധിച്ചേട്ടനെ പിടിച്ചങ്ങ് ഇടയാണ്. ഇതിന് ഈ ഡ്രാമ അതവിടെ നിൽക്കട്ടെ. രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചനാണ് ഈ തട്ടിപ്പ് വീരൻ ബിഷപ്പിന്റെ കൈക്കാരൻ എന്ന് പറയുമ്പോൾ ഈ കപ്പ്യാര് സെറ്റപ്പാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തോ നല്ല ഉടായ്പ് ഈ ഒരു കുടുംബവും ഈ ഒരു ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതിന് രേണു എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തുള്ളൂ. ഇത്രയും ദിവസം നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞിരുന്നു കൊണയടിച്ചത് പോലെയല്ല. ഇതിന് രേണു മറുപടി പറയണം. ഇത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ഒരുപാട് ആൾക്കാരിൽ നിന്നും, ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ഒരു ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞ് സ്വന്തമായി പള്ളി തുടങ്ങി വെച്ച് വ്യാജ ബിഷപ്പ് ചമഞ്ഞും കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയ ഒരു കേസാണ്. എന്നിട്ട് പുറത്ത് സ്വന്തം മക്കളെ വിട്ട് പഠിപ്പിക്കുന്നു. സ്വന്തം മകൾ ഡോക്ടറും മകൻ എഞ്ചിനീയറും, അതുപോലെ തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് മാമ്പഴത്തോട്ടം അടക്കം വാങ്ങി കൂട്ടിയിട്ടുള്ള വ്യാജ ബിഷപ്പ്. ഇവനെ റീസെന്റ് പിടിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടത്തി വരുത്തി ഒരു രീതിയിലിട്ട് പിടിച്ച് നല്ലപോലെ പിള്ളേരെ ചാമ്പി ഇടിച്ച് പിഴിഞ്ഞ് അവസാനം പെടുത്തും കൊണ്ടാണ് എനിക്ക് പോയെന്നാണ് അറിയാൻ പറ്റുന്നത്. ആ രീതിയിൽ പെരുമാറി വിട്ട് അവസാനം പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ നാറിയ ബിഷപ്പും രേണുസുധിയും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് നിങ്ങളുടെ ആ ഒരു കോണ്ടാക്ട്? പ്രത്യേകിച്ച് രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ അങ്ങേരുടെ ചർച്ചിലെ കൈക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ദുരൂഹത മണക്കുന്നുണ്ട്. പിന്നെ രേണുവിന് ബാഗും മറ്റതൊക്കെ വാങ്ങിക്കൊടുത്തു കൊടയൊക്കെ രേണുവിന്റെ മകന്. ഞാനൊരു കാര്യം പറയാം, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് 2 നക്കാപ്പച്ച ഇട്ട് കൊടുത്തിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, സേവനമാണെന്ന്. പിന്നെ രേണുവിന് ബാഗും കുടയും വാങ്ങാനുള്ള പോക്കില്ലേ? ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും തന്നെ ബാഗും കുടയും വാങ്ങണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇതിന് രേണു മറുപടി പറയണം. കുറെ ദിവസമായി ഞാൻ വന്നിരുന്ന് ചോദിക്കുന്നു. ഇതിനാണ് രേണു മറുപടി പറയേണ്ടത്. അല്ലാണ്ട് നെഗറ്റീവ് കമന്റ് ഞാൻ ഇനി തുതിച്ചാട്ടനെ പോലെ കുഴി പോയാൽ തിരിച്ചു വരുള്ളൂ എന്നൊന്നും ഇരുന്ന് കൊണയടിച്ചിട്ട് കാര്യമില്ല. ഇതിന് രേണു മറുപടി തന്നേ പറ്റത്തുള്ളൂ. ഈ ബിഷപ്പിനെ പറ്റിയിട്ട് ഒരു വ്യക്തി പറയുന്നത് ഷോർട്ടായിട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 14 ലക്ഷം രൂപ തട്ടിയെടുത്താണ്. ആ രൂപ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്നു. ഒരുപാട് പേരെ ഇയാളെ പറ്റിച്ചിട്ടുണ്ട്. ഇയാൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും നേതാക്കന്മാരെ കയ്യിലെടുത്തും ഒക്കെ ഈ അഴിമതി തുടരുകയാണ്. ഇയാളുടെ വേഷങ്ങൾ പല വേഷമാണ്. ചിലപ്പം ഒരു ബിഷപ്പ് എന്ന സങ്കല്പത്തിലുള്ള വേഷങ്ങളെല്ലാം കഴിയും. മിക്കവാറും ഇറക്കക്കൂടി രൂപയും വെള്ളി കുരിശുമാരി അടക്കമുള്ളൊരു വേഷമാണ്. ഈ ചെക്ക് പാസ്റ്റർ എന്നൊരു പേര് കാഞ്ഞിരപ്പള്ളി കോടതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ചെക്ക് ഒരു മടിയില്ല. ഏത് എഗ്രിമെന്റും സ്വന്തം കൈപ്പടയിൽ എഴുതി ഈ തട്ടിപ്പുകൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരണം. നാളെ നമ്മുടെ പ്രഭുത്വ കേരളത്തിൽ ഇനിയും പാവപ്പെട്ടവർ ഈ തട്ടിപ്പിന് ഇരയാകരുത്. ഇവൻ കോടികളെ തട്ടിയത്. അതുപോലെ ഇവനുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും രേണുവുമായി കണക്ട് ചെയ്ത് ഈ വിഷയം മുന്നോട്ട് ഉന്നയിക്കുന്നത് ഞാനാണ്. ആ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് സ്ത്രീകൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ആർക്കും അങ്ങോട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ചങ്കുറപ്പും ചങ്കൂറ്റവും ഇല്ല. നിങ്ങൾ മുന്നോട്ട് വന്ന് പറയണം, ഇതുപോലുള്ള കള്ളന്മാരെ നമ്മൾ കൂട്ടിക്കെട്ടണം. കാരണം നാളെ ഇതുപോലുള്ള കള്ളന്മാര് ഇവിടെ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യുവമാര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്ത പരിപാടിയുടെ പീക്ക് ലെവലാണ്. ഒരുപാട് ബിഷപ്പിൽ നിന്ന് വരെ ലക്ഷങ്ങൾ തട്ടി 10, 13 ലക്ഷം വെച്ച് ഓരോ ബിഷപ്പിൽ നിന്നൊക്കെ തട്ടിയ കഥകൾ വരെ അറിയാം. A-Z കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വെറുതെ വന്നിരുന്ന് വായ്ത്താൾ അടിക്കുന്നല്ല. ഇതിന്റെയൊക്കെ A-Z. പ്രത്യേകിച്ച് തങ്കച്ചൻ എന്ന് പറയുന്ന രേണുവിന്റെ അച്ഛൻ ഇവന്റെ കൈക്കാരനെന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ നക്കാപ്പിച്ച വല്ലതും കിട്ടുന്നുണ്ടോ? ഇതെല്ലാം തെളിയേണ്ടിയിരിക്കുന്നു, നല്ല രീതിയിൽ തെളിയേണ്ടിയിരിക്കുന്നു. ഹിന്ദുവായ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ എന്തിന് ഇവന്റെ ചർച്ചയിൽ കൊണ്ട് ഇവന്റെ ആ ഒരു ചടങ്ങ് രീതിയിൽ വെച്ച് അടക്കം ചെയ്തു? പ്രത്യേകിച്ച് സുധിക്ക് സുധീര നാട്ടിൽ അടക്കണമെന്നായിരുന്നു ആഗ്രഹം, കൊല്ലത്ത് തറവാട്ട് വീട്ടിൽ. പക്ഷെ ഇവനാണ് കൊണ്ട് ഇവന്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളത്. ബോഡി വിട്ടുകൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ട് അവസാനം വിട്ടുകൊടുക്കാതെ ഇവന്റെ ഇഷ്ടത്തിന് ഇവനായിട്ട് ആ സെറ്റപ്പ് ചെയ്തതാണ്. അതിലെന്താണ് രേണുവിന്റെ പങ്ക്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവന്റെ കുറച്ച് പരിപാടി ഞാനൊന്ന് കൊടുക്കാം. റിഫോംഡ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ ഇവൻ തന്നെ സ്വന്തമായിട്ട് ബിഷപ്പായിട്ട് നിന്ന് കുരിശൊക്കെ വെച്ച് ഇങ്ങനെ നിപ്പുണ്ട്. കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാധനാലയത്തിന്റെ കേസെന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ മീറ്റിംഗ് RCI പാമ്പാടി. RCI എന്ന് പറയുമ്പോൾ ഇവന്റെ റിഫോംഡ് ചർച്ച് ഇവൻ സ്വന്തമായിട്ട് ബിഷപ്പായ സെറ്റപ്പാണ്, മനസ്സിലായ? ആ ഒരു സെറ്റപ്പാണ്. അതുപോലെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളുണ്ട്. ഇവൻ തന്നെ വലിയ വായ്ത്താളം പോലെ അടിക്കുന്ന പോലെ നിൽക്കുന്ന കള്ള ഇവനെ കൈ കിട്ടി ഇടിച്ച് ചമ്മന്തിയാക്കണം. പിള്ളേർ കുറെ ഞെടുക്കിയിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ള എന്തായാലും നല്ല കാര്യം.
ഇവൻ കൊല്ലം സുധിയുടെ കൂടെ കൂടിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൊല്ലം സുധിയെ വെച്ച് മുതലാക്കാൻ, പ്രത്യേകിച്ച് ആ മരണ ചടങ്ങ് പോയി ഇവൻ ചെയ്ത് കഴിഞ്ഞ് അതുവഴി ഇവന് കുറെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാറി പരിപാടിയും കൂടിയാണ് ഇവൻ കാണിച്ചിട്ടുള്ളത്. അതുപോലെ രേണുസുധി ചിലപ്പോൾ പറയും എനിക്ക് എന്തോന്ന് പങ്ക്, എനിക്കൊന്നിലും പങ്കില്ല. അതുപോലെ നാട്ടുകാർ പറയണം, ചിലപ്പോൾ പറയും ഇതിനെന്തിനാണ് രേണുസുധിയെ വലിച്ചിടുന്നത്, വലിച്ചിടും. രേണുസുധിയുടെ അച്ഛൻ ഇവന്റെ കൈക്കാരനായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അതുപോലെ ഇവന്റെ നക്കാപ്പിച്ച വാങ്ങി ഉച്ചങ്ങൾക്ക് ബാഗും കുടയും രേണുസുധി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം രേണുസുധിക്കും കുടുംബത്തിന് എന്തോ പങ്കുണ്ട്. അത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം. അതുപോലെ ഹിന്ദുവായ സുധിയെ കൊണ്ട് അവിടെ അടക്കി അവർ റീച്ച് ഉണ്ടാക്കി, അതുവഴി കുറെ പേരെ വീണ്ടും തട്ടിപ്പ് നടത്തി. അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴിഞ്ഞ് കിടക്കുകയാണ്. രേണുസുധി ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ഒരു പരമനാറിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അന്നിട്ട വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. സത്യം പറഞ്ഞാൽ 1-ാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കുടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ സൂചിച്ചാണ്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ. കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല, അവന് ഭാഗമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൻ കോളേജിലുണ്ട്. ഇതപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും 2 കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ, ചേച്ചിയുടെ മക്കളുണ്ട്, അവർക്കെല്ലാം മേടിക്കണം. ഞാൻ ആകെ ടെൻഷനായിരുന്നു. അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ RCA ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിൽ നിന്ന് കുഞ്ഞിന് ബാഗ്, ബുക്ക്, കൊട, ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും RCA ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. എൻ്റെ കുഞ്ഞിന് ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഓക്കെ, ഇവിടെ ബാഗും കുടയും ബുക്കും കൂടി എല്ലാം കൂടി ഒരു 2000 രൂപ പോട്ട്, മാക്സിമം 3000 രൂപ. ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ 5000 രൂപയോളം കിട്ടും. അതുപോലെ അഭിനയിക്കുന്ന ആൽബം, ഇതിനെല്ലാം നല്ല പൈസ കിട്ടും. ഇതിന്റെ പൈസ എടുത്തിട്ട് രേണുവിന് സ്വന്തം മകന് ബുക്കും ബാഗും വാങ്ങി കൊടുക്കാൻ പോക്കില്ലേ? ആദ്യം ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല, ഇപ്പോ പോക്കില്ലേ? എന്റെ ചോദ്യമാണ്, ജെന്യുവനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ കള്ളൻ ബിഷപ്പ് ഇത് വാങ്ങിത്തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നൈസായിട്ട് എന്തിന് രേണു ഇവിടെ പ്രൊമോട്ട് ചെയ്തു? അതാണ് എന്റെ ചോദ്യം. എന്തിന് രേണു ഇവിടെ പ്രൊമോട്ട് ചെയ്തു? അവനെ വീണ്ടും ആൾക്കാരിലേക്ക് വാഴ്ത്തി പാടിക്കൊണ്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടാൻ മാത്രം എന്താണ്? ഇവൻ നടത്തുന്ന തട്ടിപ്പിൽ എന്തെങ്കിലും പങ്ക് രേണുവിന് കിട്ടുന്നുണ്ടോ? എനിക്ക് ജെന്യുവനായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. വളരെ വളരെ പരിതാപകരമാണ് അവസ്ഥ. രേണു കാണിക്കുന്ന പരിപാടികളെല്ലാം പോക്കൃത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തിനാണ് ഈ നാറിയെ ഈ 2000-3000 രൂപയുടെ കേസ് സാധനം വാങ്ങി തന്നു എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അത്രയ്ക്ക് പോക്കില്ല, നിങ്ങൾ നടക്കുന്നില്ല. കൂടുതൽ വിളയാട്ടം എടുക്കരുത് രേണു. ഇതിന് രേണു മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്തിനാണ് ഈ തട്ടിപ്പ് വീരനെ രേണു പ്രൊമോട്ട് ചെയ്തത്? അവന്റെ പള്ളിയിലെ കൈക്കാരനാണ് രേണുവിന്റെ അച്ഛൻ. നല്ല ദുരൂഹത കണക്ട് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ തട്ടിയ കോടികളിൽ നിന്ന് പങ്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇവനെ എന്തിന് പ്രൊമോട്ട് ചെയ്തു? ഈ തട്ടിപ്പ് വീരനെ എന്തിന് പ്രൊമോട്ട് ചെയ്തു? ഇനി ഒരു വോയിസ് ഞാൻ കൊടുക്കാം. അതായത് കൊല്ലം സുധിയുടെ സുഹൃത്തായ വ്യക്തി ഈ ഒരു മരണച്ചടങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നിങ്ങൾ ഫുള്ള് കേൾക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മ, എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല ആരുടെ ചോദിച്ചാലും സൂചേട്ടന്റെ ഒരു നടക്കാതെ ഒരു ആഗ്രഹം ഉണ്ട്. പക്ഷെ സൂചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൂചേട്ടൻ നടക്കുന്ന കൊല്ലത്താണ് വേണമെന്നുള്ളത്. പക്ഷെ ആ സ്ഥാനക്കാരൻ സൂചേട്ടൻ എപ്പോഴും പറയും കൊല്ലം സുധിനാണ് എന്റെ പേര്, എന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ വേണം എന്നുള്ളൊരു ഇത് പറയായിരുന്നു. ചേട്ടന് കൂടുതൽ ആരുടെ ചോദിച്ചാലും മതി, ഷാജിയേട്ടന്റെ അടുത്ത് ചോദിച്ചാലും മതി, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ടീമിന്റെ അടുത്ത് ചോദിച്ചാലും. അതെ, അപ്പം ഇങ്ങനെ ഒരു മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? മരണം നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുള്ളുണ്ട്, ബോഡി കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ഫുള്ളുണ്ട് അവിടെ ഉണ്ട്. അത് ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറയുന്ന മതം മാറിയിട്ടുണ്ടായിരുന്നോ? മതം മാറിയ കാര്യം രേണുമായിട്ട് ഇവര് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അധികം സൂചേട്ടനായിട്ട് കമ്പനി ഇല്ലായിരുന്നു. മതം മാറാൻ ചാൻസ് ഇല്ല സൂചേട്ടൻ. ഇല്ല. എന്നുവെച്ചാൽ ആ സമയത്ത് രേണു വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനും സൂചേട്ടനോട് അത്ര ഇതിലല്ല. ഞാൻ ഈ ഒരു വിഷയത്തില് കാര്യം വീണായിട്ട് ഇവര് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വീണായിട്ട് ചെറിയൊരു ഉറക്കം നടത്തണം രണ്ടുപേരും ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടുപേരും പറഞ്ഞു മാറ്റാൻ നോക്കി. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രേമത്തിന് പ്രശ്നം വന്ന് ഞാൻ ട്രെയിനിൽ പിന്നെ തെച്ചിട്ട് പോയപ്പോൾ ഞാൻ പിന്നെ നാട് വിട്ടു പോയി. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഒന്ന് സൂചേട്ടൻ എന്നെ വഴി വെച്ചിട്ട് എന്നെ കുറിച്ച് ഒരുപാട് ചീറ്റുണ്ടോ ഇങ്ങനെയൊക്കെ കൂടായിരുന്നു, ജീവനോടുണ്ടോ ഞാൻ ടെൻഷൻ അടിച്ച് വരും. ചേട്ടൻ കുറെ ഇത് അന്നാണ് എന്റെ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത് ഏടാ ഞാനിങ്ങനെ കെട്ടാൻ പോവാന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് എന്നെ ഡൈവോഴ്സ് ആയെന്ന് തന്നെ. മരണത്തിന്റെ കൊല്ലത്തടക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനായിരുന്നു. സൂചേട്ടൻ്റെ അടുത്ത കമ്പനികൾ ആരുടെ ചോദിച്ചാലും പറയും, സൂചേട്ടൻ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ കൊല്ലം സുധി എന്നാണ് പേരിട്ടേക്കുന്നത്, എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞത് പറയും.
അത് സായിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ മറ്റേ പേയാടിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടമുണ്ട്. ഇങ്ങനെ രണ്ടെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ ബോഡി കൊണ്ടുവരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവരെ അന്ന് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് ആരും കണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാരും അങ്ങോട്ട് വരണ്ട, മരണം നടന്നിട്ട് കോട്ടയത്തോട്ട് വരണ്ട, ബോഡി ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞ് ഫ്ലവേഴ്സിൽ നിന്ന് PR എന്ന് പറഞ്ഞ ആരും വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവന്മാർ നേരെ തിരിഞ്ഞിട്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അങ്ങോട്ടൊന്നും കൊണ്ടുവരാത്തതില്ല മാടെ കൂടെ എന്നുള്ള രീതി വേറെ സംസാരം. പിന്നെ അവന്മാർ ഫോൺ എടുക്കുന്ന ലാസ്റ്റ് കൊല്ലത്തോട്ട് ഇവർ അമ്മയൊന്നും അങ്ങോട്ട് പോവാതിരുന്ന എന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തോട്ട് കൊണ്ടുവച്ചു എന്നുള്ള രീതി സംസാരിച്ചുകൊണ്ടാണ് ഇവർ അമ്മയൊന്നും പോവാതിരുന്നത്. കാര്യം ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതിരിക്കാൻ അമ്മയെ കൊണ്ട് പോകാനും ഒക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ PR ഒക്കെ വിളിച്ച് പറഞ്ഞു. ലാസ്റ്റ് രാത്രി ആയപ്പോഴത്തേന് ബോഡി കൊണ്ടുവരത്തില്ല എന്നുള്ള രീതിയിൽ, കാര്യം നിങ്ങൾ കൊല്ലത്തടക്കും, അതുകൊണ്ട് ഞങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരത്തില്ല എന്നുള്ള രീതിയിലായി സംസാരിച്ചു. അത്രയും നേരം നമുക്ക് അങ്ങോട്ട് ആരും പോകണ്ട എന്നുള്ള രീതിയിൽ ചേട്ടനൊക്കെ പോകാൻ വേണ്ടി റെഡിയായപ്പോൾ തന്നെ അവർ വിളിച്ചാൽ നിങ്ങൾ ആരും വരണ്ട, ചായക്കട മുക്കിൽ വീട്ടിൽ നിന്ന് ആരും വരണ്ട, കൊണ്ടുവരുമെന്നു പറഞ്ഞു. ഫ്ലവേഴ്സ് ചാനലാണ് അവിടുത്തെ PR ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരത്തില്ലെന്നായപ്പോൾ സൂചേട്ടന്റെ എല്ലാ കൂട്ടുകാരും കുറെ കൂട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ സംഭവം അറിയാവുന്നത് കൊല്ലത്ത് അടക്കണം എന്ന് സൂചന ഇപ്പോഴും ആഗ്രഹം പറയുന്നത് അറിയാവുന്നത്. അവരെല്ലാം കൂടെ ഇത് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചപ്പോൾ അവരാരും എടുത്തില്ല. ലാസ്റ്റ് സൂചേട്ടന്റെ ചേട്ടൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കാൻസർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അപ്പൊ ആ കെയർ ഓഫിൽ സൂചേട്ടന്റെ ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു. പുള്ളിക്കാരനാണ് ഇവിടെ കൊല്ലത്ത് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഈ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഈ അടക്കത്തിന്റെ കാര്യം ആരും പറഞ്ഞില്ലേ? അപ്പം പിന്നെ അവിടെ കൊണ്ടുപോകാന്നുള്ള ഉറപ്പിലാണ് ഈ ബോഡി ഇവിടെ കൊണ്ടുപോകും, തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അടക്കിക്കൊള്ളാന്നുള്ള ഉറപ്പില്ല. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സുധിച്ചേട്ടൻ മതം മാറിയിട്ടില്ല, ഹിന്ദുവായിട്ട് തന്നെയാണ് തുടർന്നത്. ഇവിടെ മതം പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുകയല്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള കള്ളക്കളി, ഈ ബിഷപ്പും രേണുവും തമ്മിൽ എന്താണ് ആ ഒരു നാടകം അവിടെ ക്രിയേറ്റ് ചെയ്തെന്നാണ് എനിക്കറിയേണ്ടത്. ഹിന്ദുവായ സുധിച്ചേട്ടന്റെ ആഗ്രഹം തന്റെ നാടായ തന്റെ തറവാടായ കൊല്ലത്ത് തന്നെ അടക്കണം, അല്ലെങ്കിൽ ആ ക്രിയകൾ അവിടെ നടക്കണം എന്നായിരുന്നു. പക്ഷെ രേണുവും ആ ബിഷപ്പും കൂടി എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി അവിടെ ചെയ്തത്? രേണുവിന് കുട വാങ്ങിക്കൊടുക്കുന്നു, ബാഗ് വാങ്ങിക്കൊടുക്കുന്നു, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇവൻ കോടികൾ തട്ടിപ്പ് നടത്തുന്നു, അവനെ അറസ്റ്റ് ചെയ്യുന്നു. രേണുവിന്റെ അച്ഛൻ അവിടെ കൈക്കാരനായിട്ട് പണിയെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. രേണു ഈ ദിവസങ്ങളിൽ കിടന്ന് കുണയടിച്ച പോലത്തെ ആ ഉത്തരങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് വരുന്നു, ഇതിനല്ല മറുപടി തരേണ്ട. ഈ കേസിന് രേണു പ്രതികരിക്കണം കേട്ടോ, പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അടുത്തിനി നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുത്തിപ്പൊങ്ങി വരുമ്പോൾ ഇവന്റെ കൈകാരനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ രേണുവിനായിരിക്കും അടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വകുപ്പിലോട്ട് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഉറപ്പായിട്ട് രേണു ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കഥ വേറെ പോകും. ഇനി രേണുവിന്റെ ഒരു അഹങ്കാര വർത്തമാനം ഞാൻ കേൾപ്പിച്ചേ. ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുധി സുധിയെ പോലെ മണ്ണിനടിയിലാവണം. സുധിയെ പോലെ മണ്ണിന്റെ അടിയാവണം. അതിന്റെ ഇടയിലും സുധിച്ചേട്ടനെ പിടിച്ചിടുന്നുണ്ട്. എന്താണ് ഞാനൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ വേറെ ഒരു കള്ളനും കൂടിയുണ്ട് ഈ ബിഷപ്പിന്റെ കൂടെ, ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് എന്ന് പറയുന്ന വേറൊരു കള്ളനും കൂടിയുണ്ട്. ഇവന്റെ വലം കൈയാണ് യവൻ. അവൻ പണ്ട് തെങ്ങ് കയറിക്കൊണ്ട് നടന്നവനാണ്, സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല. യവൻ ഡോക്ടറായിട്ട് കിട്ടിയതുപോലെ ഫേക്കായിട്ട് ഐഡിയും ക്രിയേറ്റ് ചെയ്ത് അവനെ നടക്കുന്നുണ്ട്, അവനെയും പിടിച്ചിട്ടുണ്ട്. മൊത്തം ഫ്രോഡ് പരിപാടികളാണ്. ഇതിന്റെ കൂട്ടത്താണ് രേണു. എന്താണ് ഇതിന്റെ ഇടയിലുള്ള സത്യാവസ്ഥ എന്ന് രേണു തന്നെ വന്ന് പറയണം മോളെ, അല്ലാതെ വിട്ടത്തില്ല ഈ കേസ്. ഇത്രയും ദിവസം കിടന്ന് നെഗറ്റീവ് കമന്റ് കൊണഞ്ഞ പോലെയല്ലേ ഈ കേസ്. ഇത് കേസ് വേറെയാ, വകുപ്പ് വേറെയാ. ഇതിന്റെ ഇടയിൽ എത്രയൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ടെന്ന് അടക്കം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. രേണുവിന്റെ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ വീഡിയോ ആയിട്ടാണ്.